നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോബ്ലം ആണ്. അപ്പം ഈ ഒരു ബീം അനലൈസ് ചെയ്യുക യൂസിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. 3 ബീംസാണ് ഇവിടെ വരുന്നത്, എ ബി, ബി സി ആൻഡ് സി ഡി. 3 ബീംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് വൺ എക്സെൻട്രിക് ലോഡിംഗ് ആണ്, സെക്കൻഡ് വൺ യു ഡി എൽ ആണ്, തേർഡ് വൺ സെൻട്രൽ ലോഡിംഗ് ആണ്. ഈ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് നമ്മൾ സെയിം സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ കണ്ടുപിടിക്കുന്ന കണക്ക് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുലാസ് ഞാൻ ആ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ ഒരു ടേബിൾ വരയ്ക്കും. വിച്ച് കണ്ടെയ്ൻ 5 കോളം ജോയിൻറ്റ് മെമ്പർ കെ എന്ന് വെച്ചാൽ സ്റ്റിഫ്നെസ്. ഇത് സിഗ്മ കെ, സം ഓഫ് ദ സ്റ്റിഫ്നെസ് അറ്റ് ദാറ്റ് ജോയിൻറ്റും. പിന്നെ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആൻഡ് ഇക്വേഷൻ ഞാൻ നേരത്തെ എഴുതിയതായിരുന്നു, കെ ബൈ സിഗ്മ കെ. ഇനി എങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ജോയിൻസ് വരുമ്പോഴേക്കും കോമൺ ആയിട്ടുള്ള ജോയിൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇവിടെ വരുന്ന കോമൺ ജോയിൻസ് ഏതൊക്കെയാണ്? ബിയും സിയും. അപ്പം നമ്മൾ ബി ആൻഡ് സി എന്ന 2 ജോയിൻസ് എഴുതി. ഇനി നെക്സ്റ്റ് വേണ്ടത് മെമ്പേഴ്സാണ്. അപ്പം മെമ്പേഴ്സ് നമ്മൾ എഴുതുന്നത് ഈ കോമൺ ജോയിൻറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് നമ്മൾ ആ കോളത്തിൽ എഴുതേണ്ടത്. അപ്പം ബി യുമായിട്ടുള്ള മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ബി എയും ബി സിയും. സി യുമായിട്ടുള്ളത് സി ബിയും സി ഡിയും. അത്രയും എഴുതി. ഇനി ഈ ഓരോ മെമ്പേഴ്സിൻ്റെയും സ്റ്റിഫ്നെസ് വാല്യൂസാണ് നമ്മൾ നെക്സ്റ്റ് കെ എന്ന കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ സ്റ്റിഫ്നെസ്സിന് ഞാൻ 2 ഇക്വേഷൻ പറഞ്ഞായിരുന്നു, 4EI/Lഉം 3EI/Lഉം. അപ്പോൾ 4EI/L വരുന്നത് ഫാർ ആൻഡ് ഫിക്സ്ഡ് ആകുമ്പോഴും 3EI/L വരുന്നത് ഫാർ ആൻഡ് ഹിഞ്ച്ഡ് ആകുമ്പോഴുമാണ് വരുന്നത്. ഫസ്റ്റ് ബി എയുടെ നോക്കാം. ബി എ എന്ന മെമ്പർ എന്ന് പറയുമ്പോൾ ഫാർ ആൻഡ് ഏതാ? എ ആണ്. അതെന്തുവാ? ഫിക്സ്ഡ് ആണ്. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്ത് വരും? 4EI/L വരും. നെക്സ്റ്റ് ബി സി. ബി സി വരുമ്പോഴും എന്തുവാ? ഇതിപ്പം ഒരു ഫിക്സ്ഡ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, കാരണം ഇത് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് അപ്പുറത്തോട്ട് മെമ്പർ ഉണ്ടായതുകൊണ്ട് ഫിക്സ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും 4EI/L എന്ന് വരും. ഇനി സി എന്ന ജോയിൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ 2 മെമ്പേഴ്സ് സി ബിയും സി ഡിയുമാണ്. സി ബി എടുക്കുമ്പോൾ ഫാർ ആൻഡ് ബി ആണ്, അതും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഫിക്സ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് 4EI/L. സി ഡി എടുക്കുമ്പോൾ ഡി ആണ് നമ്മുടെ ഫാർ ആൻഡ്, ഡിയും ഫിക്സ്ഡ് ആയതുകൊണ്ട് 4EI/L വരും. നമ്മൾ അതുപോലൊക്കെ എല്ലാ മെമ്പേഴ്സിൻ്റെയും കെ വാല്യൂ എഴുതി. എന്നിട്ട് EI/L എക്സെട്ര വാല്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇനി സിഗ്മ കെ എന്ന് പറയുന്ന ആ ഒരു ജോയിൻറ്റിലെ 2 കെ വാല്യൂസിൻ്റെയും സമ്മേഷനാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡി എഫ് വാല്യൂ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ത് വരും? കെ ബൈ സിഗ്മ കെ, അതാണ് ഈ വാല്യൂ. സെക്കൻഡിൻ്റെ എന്ത് വരും? അതിൻ്റെ കെ ബൈ സിഗ്മ കെ. ഈ രീതിയിൽ നമ്മൾ 2 ജോയിൻസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നു. ഇനി തേർഡ് സ്റ്റെപ്പാണ് നമ്മുടെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഒരു കോളം, അതിനകത്ത് നമ്മൾ ജോയിൻസ് ആയിരിക്കും ഫസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ജോയിൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഈ തന്നിരിക്കുന്ന ബീമിൽ 4 ജോയിൻസ് ഉണ്ടായിരുന്നു, എ ബി സി ആൻഡ് ഡി. ആ 4 ജോയിൻസ് നമ്മൾ എഴുതി. നെക്സ്റ്റ് വരുന്നത് മെമ്പേഴ്സാണ്. അപ്പം എ ആയിട്ടുള്ള മെമ്പർ എ ബി, ബി എന്ന കോമൺ ജോയിൻറ്റിൽ വരുന്നത് ബി എ ബി സി, സിയിൽ വരുന്നത് സി ബി സി ഡി, ഡിയിൽ വരുന്നത് ഡി സി. അപ്പോൾ ഫസ്റ്റ് ജോയിൻസ് എഴുതി, നെക്സ്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്പേഴ്സ് എഴുതി. തേർഡ് റോ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ നമുക്കിവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉള്ളത് ബി എ ബി സി സി ബി ആൻഡ് സി ഡിക്ക് മാത്രമാണ്, എ ബിക്കും ഡി സിക്കും ഇല്ല. അപ്പോൾ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. നെക്സ്റ്റ് റോ ആണ് ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ്. അപ്പോൾ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് നമ്മൾ എഴുതി. ഇത്രയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന യൂഷ്വൽ കാര്യങ്ങളാണ് എഴുതുന്നത്. ഇനിയാണ് നമ്മൾ ഹൈഡ്രേറ്റീവ് പ്രോസസ്സിലോട്ട് നടക്കുന്നത്. നെക്സ്റ്റ് നമ്മുടേത് ബാലൻസിങ് ആണ് വരുന്നത്. അപ്പോൾ ബാലൻസിങ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് ചെയ്യുമ്പം ഏത് ജോയിൻസൊക്കെ കോമൺ ജോയിൻസ് ആണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. കോമൺ ജോയിൻസ് ബാലൻസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ബി എന്ന ജോയിൻറ്റും ബാലൻസ് ചെയ്യണം, സി എന്ന ജോയിൻറ്റും ബാലൻസ് ചെയ്യണം. അപ്പം ഫസ്റ്റ് ബി എന്ന ജോയിൻറ്റ് ബാലൻസ് ചെയ്യുമ്പോഴേക്കും ഈ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇൻറ്റു -1 എന്ന രീതിയിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ ഫസ്റ്റ് നോക്കുക എങ്ങനെ വരും. ഈ 2 ജോയിൻസാണ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പം ഇത് പ്ലസ് ഇത് ദ ഹോൾ ഇൻറ്റു -1 ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, അതായിരിക്കും ഇവിടെ വരുന്ന ബാലൻസിങ് മൊമെൻറ്റ്. അപ്പം 53.33 പ്ലസ്
-15, അതാണ് ഡയറക്റ്റ് 53.33 -15 എഴുതിയേക്കുന്നത്. ദ ഹോൾ ഇൻറ്റു -1 ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ അത് അവിടുത്തെ ബാലൻസിങ് മൊമെൻറ്റ് കിട്ടി. ഈ സെയിം ഇതുപോണക്ക് ഈ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ മെമ്പർ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് വരും? 53.33 -15 ദ ഹോൾ ഇൻറ്റു -1 ഇൻറ്റു 0.571 എന്ന് വെച്ചാൽ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അതുപോലെ തന്നെ നമ്മൾ സി എന്ന ജോയിൻറ്റിലെ മെമ്പേഴ്സും ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 15 - 30 ഇൻറ്റു ദ ഹോൾ ഇൻറ്റു -1 ഇൻറ്റു 0.571. ഇവിടെ വരുമ്പോൾ എന്ത് വരും? 15 - 30 ദ ഹോൾ ഇൻറ്റു -1 ഇൻറ്റു 0.429. അപ്പം ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന രണ്ട് ജോയിൻസിനെ ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുമായിരുന്നു? നമ്മുടെ ക്യാരി ഓവർ ആയിരുന്നു. ക്യാരി ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബി എ എന്ന ഒരു മെമ്പറിലെ മൊമെൻ്റ് ആണ് നമ്മൾക്ക് ജനറേറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അതിൻ്റെ എപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിലല്ലേ ക്യാരി ഓവർ ആവുന്നത്. അപ്പം ബി എ ആണ് നമ്മളതിനെ തിരിച്ചെഴുതണം. എ ബിയിലോട്ടായിരിക്കും ക്യാരി ഓവർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ബി സി എങ്ങോട്ടായിരിക്കും ക്യാരി ഓവർ ആവുന്നത്? സി ബിയിലോട്ടായിരിക്കും ക്യാരി ഓവർ ആവുന്നത്. സി ബി എന്ത് വരും? തിരിച്ചെഴുതുമ്പോൾ ബി സിയിലോട്ട് ക്യാരി ഓവർ ആവും. പക്ഷേ നമ്മൾ നേരത്തെ വരച്ചു കണക്ക് ഒരു ബീമുണ്ട്, ഇവിടെ ഒരു ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അത് ക്യാരി ഓവർ ആവുന്നത്. അപ്പോൾ നമ്മൾ ബി എയുടേത് എ ബിയിലോട്ട് ക്യാരി ഓവർ ചെയ്ത്, ക്യാരി ഓവർ ചെയ്യുന്നത് എന്തുവായിരുന്നു? എം ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാരി ഓവർ മൊമെൻറ്റ് എന്തായിരിക്കും? m/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ/2. അപ്പം എ ബിന്ന് ബി എയിലോട്ട് ക്യാരി ഓവർ ആവും. എ ബിയിൽ മൊമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടോട്ടൊന്നും ക്യാരി ഓവർ ആയില്ല. ബി സിയിലത് സി ബിയിലോട്ടായി, സി ബിയിലത് ബി സിയിലോട്ടായി. പിന്നെന്താ വരുന്നത്? സി ഡി അത് ഡി സിയിലോട്ടും ഡി സിയിലത് സി ഡിയിലോട്ടും. അപ്പം ഫസ്റ്റ് ബാലൻസിങ്ങും ഫസ്റ്റ് ക്യാരി ഓവറും കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ക്യാരി ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? ഈ ക്യാരി ഓവർ മൊമെൻറ്റിനെ നമ്മൾ പിന്നെയും ബാലൻസ് ചെയ്യണം. പിന്നെയും ബാലൻസ് ചെയ്യുമ്പോൾ എന്തുവാ? ബി എ ബി സി എന്ന മെമ്പേഴ്സിൻ്റെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ മൊമെൻറ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ എന്ത് വരും ഇവിടുത്തെ ഇക്വേഷൻ? 4.28 + 0 ദ ഹോൾ ഇൻറ്റു -1 ഇൻറ്റു 0.429. ഇവിടെ അത് ബാലൻസ് ചെയ്തു. ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് വരും? 4.28 + 0 ദ ഹോൾ ഇൻറ്റു -1 ഇൻറ്റു 0.571. അതുപോലെ തന്നെ നമ്മൾ സി എന്ന ജോയിൻസും ബാലൻസ് ചെയ്തു. ഇനി ഈ ബാലൻസിങ്ങിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി ഓവർ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇതേ/2 എന്ന് പറയുന്നത് ഇവിടെ വരും, ഇത് ഇവിടെ വരും, ഇതേ/2 ഇവിടെ, ഇതേ/2 ഇവിടെ, ഇതേ/2 ഇവിടെ, ഇതേ/2 ഇവിടെ. ഇതുപോലൊക്കെ നമ്മൾ പിന്നെയും ബാലൻസ് ചെയ്യുന്നു, ക്യാരി ഓവർ ചെയ്യുന്നു, ബാലൻസിങ് ചെയ്യുന്നു. ഇത് നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഈ 0.0 അങ്ങനെയുള്ള വാല്യൂസ് വരുമ്പോഴേക്കും വേണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. വെച്ചാൽ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആവുന്ന ഒരു കണ്ടീഷൻ വരെ. അപ്പം ഇവിടെ നമ്മൾ ഇത്രയും ബാലൻസ് ചെയ്ത് ഓൾമോസ്റ്റ് 0.1 എന്ന ഒരു കണ്ടീഷൻ വന്നപ്പോഴേക്കും നമ്മൾ ഐറ്ററേറ്റീവ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഫൈനൽ മൊമെൻ്റ് എന്നുള്ളത്. ഈ ഫൈനൽ മൊമെൻ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് തൊട്ട് ലാസ്റ്റ് ബാലൻസിങ് വരെ നമ്മളങ്ങ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈൻ അതുപോലെ തന്നെ ഇട്ട് വേണം ആഡ് ചെയ്യാൻ. വെച്ചാൽ -26.66 -8.22 -0.91 -0.76. ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലായിടത്തും വെച്ച് ആഡ് ചെയ്യുക എന്നല്ല, ബൈ കൺസിഡറിങ് ദ സൈൻസ് വേണം ആഡ് ചെയ്യാൻ. പോസിറ്റീവ് ആണെങ്കിൽ എല്ലാം ആഡ് ആയി പോകും, നെഗറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൈനസ് ആയി പോകും, രണ്ട് മൈനസും കൂടി ആണെങ്കിൽ പ്ലസ് ആവും. അങ്ങനെ സൈൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ആഡ് ചെയ്യാൻ. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഈ ലൈൻ തൊട്ട് ഈ ലാസ്റ്റ് ബാലൻസിങ് വരെ നമ്മൾ ആഡ് ഓൺ ചെയ്തു പോകുന്നു ബൈ കൺസിഡറിങ് ദ സൈൻ കൺവെൻഷൻസ് ഗിവൻ. അങ്ങനെ നമുക്ക് ഫൈനൽ മൊമെൻറ്റ് കിട്ടും. ഫൈനൽ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? BMD വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഫൈനൽ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് വെച്ചിട്ടുള്ള ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാമും എൻഡ് മൊമെൻറ്റ് ഡയഗ്രാമും കൂടി കമ്പൈൻ ചെയ്ത് കോമൺ അല്ലാത്ത ഏരിയാസ് ഷെയ്ഡ് ചെയ്ത് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നു. ഇത് സെയിം നമ്മൾ തമ്പ് റൂൾ അല്ലെങ്കിൽ ആ പെൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്.